മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ പലപ്പോഴും ഇരുളിലായിപ്പോയ പല ജീവിതങ്ങളുണ്ട്. നിറമുള്ള വസ്ത്രങ്ങൾക്കും പൊട്ടിച്ചിരികൾക്കും അപ്പുറം നോവുന്ന മനസ്സുമായി മാറ്റി നിർത്തപ്പെട്ടവർ. പരിഹാസത്തിന്റെ വേനലിൽ നിന്ന് പോരാട്ടത്തിന്റെ വസന്തത്തിലേക്കുള്ള ആ യാത്ര തുടങ്ങുന്നത് എവിടെയാണ്? അധിക്ഷേപത്തിന്റെ ചാന്തുപൊട്ടുകളിൽ നിന്ന് ആത്മവിശ്വാസത്തിന്റെ മേരിക്കുട്ടിമാരിലേക്കുള്ള ആ മാറ്റത്തിന്റെ ദൂരമാണ് പരിവർത്തനം. 2000കളുടെ തുടക്കത്തിൽ തിരശീലയിൽ അന്നേ വരെ സുപരിചിതമല്ലാത്ത വേഷപ്പകർച്ച വിരുന്നെത്തി. ചായം പൂശിയ ചുണ്ടുകളും വളകളിട്ട കൈകളുമായി വന്ന രാധ ലാൽ ജോസിന്റെ ചാന്തുപൊട്ട് കണ്ട് തിയേറ്ററുകൾ ചിരിച്ചുമറിഞ്ഞു. പക്ഷെ ആ ചിരികൾ ചെന്ന് തറച്ചത് ഒരു ജനതയുടെ ഹൃദയത്തിലേക്കായിരുന്നു. പെണ്ണത്തമുള്ള പുരുഷൻ എന്ന പരിഹാസ പേരിട്ട് നാട്ടുവഴികളിൽ ഒരു തെറിയായി പടർന്നു. സ്വത്വത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരെ വെറും കോമാളികളാക്കി മുദ്രകുത്തിയ കാലം. അവിടെ സിനിമ കേവലം കാഴ്ചയായിരുന്നില്ല, തിരിച്ചറിവായിരുന്നില്ല, പരിഹാസമായിരുന്നു പ്രമേയം, സഹതാപമായിരുന്നു പര്യവസാനം. കാലം കടന്നുപോയി, കാഴ്ചപ്പാടുകൾ മാറി. വേഷപ്പകർച്ചകളിലെ വെറും തമാശയിൽ നിന്ന് യാഥാർത്ഥ്യത്തിന്റെ കൈപ്പറിയാൻ സിനിമ തയ്യാറെടുത്തു. പാശിവൽക്കരിക്കപ്പെട്ടവരുടെ ഉള്ളിലെ അഗ്നി പതുക്കെ പതുക്കെ സ്ക്രീനിൽ പടർന്നു. പെണ്ണായി ജനിക്കാത്തവർക്കും പെണ്ണായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് സിനിമകൾ മന്ത്രിച്ചു തുടങ്ങി. ഒളിഞ്ഞുനോട്ടങ്ങളിൽ നിന്നും പരിഹാസ ചിരികളിൽ നിന്നും മാറി മനുഷ്യന്റെ അന്തസ്സിലേക്കും അവകാശങ്ങളിലേക്കും ക്യാമറ കണ്ണുകൾ തിരിഞ്ഞു. പിന്നീട് വന്നത് ഒരു വിപ്ലവമായിരുന്നു. രഞ്ജിത്ത് ശങ്കറിന്റെ തൂലികയിൽ വിരിഞ്ഞ ജയസൂര്യയുടെ ജീവശ്വാസം തൊട്ടറിഞ്ഞ ഞാൻ മേരിക്കുട്ടി. അവഹേളനത്തിന്റെ കല്ലേറുകളെ ആത്മവിശ്വാസത്തിന്റെ ആഭരണമാക്കിയവൾ. ഞാൻ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മേരിക്കുട്ടിക്ക് പേടിയുണ്ടായിരുന്നില്ല. പോലീസുകാരനാകാൻ മോഹിച്ച, മാന്യനായി ജീവിക്കാൻ കൊതിച്ച ആ പെണ്ണിനെ മലയാളികൾ നെഞ്ചിലേറ്റി. അവിടെ പരിഹാസമല്ലായിരുന്നു, പകരം ആദരവിന്റെ കയ്യടികൾ മാത്രം. ഒരു സിനിമയ്ക്ക് എങ്ങനെ ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയെ മാറ്റിയെടുക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമായി മേരിക്കുട്ടി മാറുകയാണ് മലയാള സിനിമ. ആണിനും പെണ്ണിനുമിടയിൽ ഒരു മതിൽക്കെട്ടായി നിന്ന വൈകല്യ ബോധത്തിൽ നിന്ന് അവർക്കിടയിലുള്ള വിശാലമായ ലോകത്തെ സിനിമ ഇന്ന് ആഘോഷിക്കുന്നു. ചാന്തുപൊട്ടിലെ പരിഹാസത്തിൽ നിന്ന് മേരിക്കുട്ടിയുടെ പ്രഭാവത്തിലേക്കുള്ള ദൂരം വെറുമൊരു ദശാബ്ദത്തിൻ്റെതല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ വളർച്ചയുടേതാണ്. ഇനിയും കഥകൾ ജനിക്കട്ടെ, ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. കാരണം മനുഷ്യത്വത്തെക്കാൾ വലിയൊരു തിരക്കഥയും ഇവിടെ ആരും ഇതുവരെ എഴുതിയിട്ടില്ല.